ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. പയ്യങ്കാനം അംഗൻവാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൺവീനർ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കൊട്ടില പതാക ഉയർത്തി കുട്ടികൾക്ക് റിപ്പബ്ലിക് സന്ദേശം നൽകി. ഉഷ ടീച്ചർ അനുമോദന പ്രസംഗം നടത്തി. നൌഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. അങ്ങോട്ട് ഇക്കോട്ടി മേലോട്ട് വെക്ക്. അങ്ങനെ നോക്കണം കേട്ടോ, നല്ല മക്കളാ. അതാ പോരിച്ചോ. യമുനാ ഗംഗ ഉജ്ജല ജലധിതരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ ഗാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. ഏറെ വൈവിധ്യമുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതിൽ യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ നിലനിൽക്കുന്നൊരു ഭരണഘടന. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയും അതേപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നതും നമുക്കിവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്നത് ഈ ഒരു ഭരണഘടനയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഭരണഘടനയെ നമ്മുടെ മതേതരത്വവും മതനിരപേക്ഷതയുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടം തന്നെ ഭരണഘടനയ്ക്കെതിരിൽ പല പ്രസ്താവനകളും ഒരുപക്ഷെ ഭരണഘടന ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ പോലും അതേപോലെ തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പോലും ഇകഴ്ത്താനും മോശമാക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി നമ്മുടെ ഭരണ നേതൃത്വം തന്നെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മുടെ ഭരണഘടന എന്താണെന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ ഈ ഭരണഘടന ഇത്തരം വൈവിധ്യങ്ങളുള്ള ഒരു ഭരണഘടന വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി ത്യാഗം സഹിച്ച മഹാത്മാഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാക്കളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതേമാതിരി തന്നെ സ്വാതന്ത്ര്യ സമരം വർഷങ്ങളോളം ഏകദേശം 100 വർഷത്തോളം നീണ്ടുനിന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് നമുക്ക് വിദേശാധിപത്യത്തിൽ നിന്നും ഇന്ത്യക്ക് മോചനം ലഭിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയെയും ഇന്ത്യയെയും ഇതേ നിലക്ക് തന്നെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ 76ാം റിപ്പബ്ലിക് ദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഫേഷ്യലുകൾ, ഹെയർ സ്പാ, ഹെയർ കളർ, ഹെയർ കട്ടിംഗ്, പപ്പായ ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ, താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ്, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഫോൺ 9495043623. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ.